ആകാശം കലിതുള്ളിയപ്പോൾ വിറങ്ങലിച്ച് മഞ്ചേശ്വരം. ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടമാണ് മഞ്ചേശ്വരം പ്രദേശത്തുണ്ടായത്. നിരവധി വീടുകളിൽ വെള്ളം കയറുകയും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തു. പലയിടത്തും മണ്ണിടിച്ചിലുമുണ്ടായി. റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. തീരദേശവാസികളെ ആശങ്കയിലാഴ്ത്തി കടലാക്രമണവും അതിരൂക്ഷമാണ്. Beautiful and excellent quality furnitures are giving pride to every home. Tamam Furniture World, most popular furniture brand in Kerala and Karnataka. Tamam Furniture World, Uppala, Bandiyod, Udyawar, now at Mangalore. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെയുണ്ടാകുന്ന അതിശക്തമായ കാറ്റും മഴയും മഞ്ചേശ്വരം പ്രദേശത്ത് കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. മഴ തുടരവേ ഈ ഭാഗത്തെ പുഴകളെല്ലാം കരകവിഞ്ഞു. പല പ്രദേശങ്ങളിലും മണ്ണിടിച്ചിലും മരങ്ങൾ കടപുഴകി വീഴുന്നതും വീടുകളിൽ വെള്ളം കയറുന്നതും തുടരുകയാണ്. റോഡുകളിൽ വെള്ളം കയറിയതോടെ ഉൾപ്രദേശങ്ങളിലെ ഗതാഗതം താറുമാറായി. മൊത്തം വെള്ളം കയറിയിട്ട് ഒരാൾ മുങ്ങുന്ന ഒരു രീതിയിലുള്ള വെള്ളമാണ് ഇവിടെ ഇപ്പോൾ കയറിയിട്ടുള്ളത്. ഇപ്പോൾ ഷോപ്പ് കാര്യങ്ങളൊന്നും തുറക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയാണ്. വൻ നാശനഷ്ടമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഉടനെ ഇവിടെ സന്ദർശിച്ചുകൊണ്ട് ഇതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബങ്കരമഞ്ചേശ്വരം കണ്ണുതീർത്ത പരിസരത്ത് കടപ്പുറത്തെ വീടുകളിൽ വെള്ളം കയറിയതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീരവാസികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഹൊസങ്കടി, കുഞ്ചത്തൂർ, ഉദ്യാവര തുടങ്ങിയിടങ്ങളിലെ പ്രദേശങ്ങളിലും വെള്ളം കയറി. കൂടാതെ പാവൂർ, മച്ചമ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിലും വെള്ളം കയറി. അട്ടഗോളിയിലെ ഇന്ന് ഗൃഹപ്രവേശനം നടക്കേണ്ടിയിരുന്ന ഒരു വീടിനു മുകളിൽ മരം കടപുഴകി വീണു. ഈ വീടിനോട് ചേർന്ന കുന്നും ഇടിഞ്ഞു വീണു. ഇതോടെ ഗൃഹപ്രവേശനം മാറ്റിവെച്ചു. ബന്ദിയോട് വയൽ പ്രദേശത്ത് 5 വീടുകളിൽ വെള്ളം കയറി. ബന്ദിയോട് വയൽക്കരയിലെ അബ്ദുൽ ഖാദറുടെ വീടിന്റെ ചുറ്റുമതിലിടിഞ്ഞു വീഴുകയും ചെയ്തു. വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ കനക്കുന്നതോടുകൂടി വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഇടങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇതിനെ പഠനം നടത്തിക്കൊണ്ട് ഇതിൻ്റെ നഷ്ടപരിഹാരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മഞ്ചേശ്വര ഹൈവേൻ്റെ സൈഡിലുള്ള എല്ലാ പുരം വെള്ളത്തിൽ തണ്ണിലായിട്ട് പോയിന്, നല്ല അടിയിലുണ്ട്. പിന്നെ ഇന്നും മഴ വന്നാൽ കണ്ട ഭാഗത്തുള്ള ഈ കൃഷി ഭാഗമുള്ളവരെല്ലാം കാലിയാക്കുന്നത് നല്ലത്. ഈ സമയത്ത് പൊക്കൊന്നും വരില്ല, ചില പോലെല്ലാം മുങ്ങിട്ട് പോയിന്. ഉപ്പള, പടത്തുരു, മച്ചിബയൽ പരിസരങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. മലയോര ഹൈവേയിലെ പൈവളികയ്ക്കും മിയാപ്പദവിനുമിടയിൽ മണ്ണിടിച്ചിലുണ്ടായി. ഇത് ഗതാഗത തടസ്സത്തിന് കാരണമായി. നാട്ടുകാരും അധികൃതരും ചേർന്ന് മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ്. മംഗൽപാടി പഞ്ചായത്തിലെ കുബണൂരിൽ സുവർണഗിരി പുഴ കരകവിഞ്ഞിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് കുഞ്ചത്തൂരിൽ റോഡ് മുങ്ങിയ നിലയിലാണ്. ശ്രീശാസ്ത ക്ഷേത്രത്തിലും വെള്ളം കയറി. ഇതുകൂടാതെ പരിസരത്തെ 5 വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ലാൽബാഗ് കുതിരപ്പദവ് റോഡിലെ സിറന്തടുക്കയിൽ കുന്ന് ഇടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട്. കുന്നിലുണ്ടായിരുന്ന വൈദ്യുതി പോസ്റ്റും മണ്ണിനൊപ്പം ഒലിച്ചുപോയി. ഇതുവഴി ബസ് സർവീസ് ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടു. കുതിരപ്പദവ് ഉപ്പള റോഡിലും ഗതാഗത തടസ്സമുണ്ട്. ലാൽബാഗിനും കുതിരപ്പദവിനുമിടയിൽ സീറന്തടുക്കയും സമീപ പ്രദേശങ്ങളുമെല്ലാം വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. അബ്ദുൽ റഹ്മാൻ, ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.